ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇന്നോവ ക്രിസ്റ്റ ഡ്രൈവ് ചെയ്യാൻ. കാരണം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ 2 കീസും ഇന്നോവൻ്റെ 2 കീസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ഇവിടെ വെച്ചേക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി ഈ ഇൻറ്റീരിയേഴ്സ് എന്താ സംഭവിക്കുക വെച്ചാൽ ഞാൻ പല ഡീലേഴ്സിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇവരിത് മൊത്തം മറ്റേ പോളിഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മളിതൊന്നും ചെയ്തില്ല, ജസ്റ്റ് തുടച്ച് ക്ലീൻ ആക്കി വെച്ചു എന്നല്ല വേറെ ചെയ്യില്ല. ഈവൻ ഇനി ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാറ്റ് കാണും. ഇത് ഫുൾ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ 70 മാറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ സീറ്റ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ലെതർ സീറ്റ്സാണ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗാർനെറ്റ് റെഡ് കളറിലെ ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റേനെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനം ഓൾറെഡി സെയിലിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിക്കണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണുന്ന സമയത്ത് വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. ഓടിച്ച് നോക്കുന്ന വന്ന എക്സ്പീരിയൻസ് എന്നൊരു കാര്യമാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് 2017 ഇന്നോവ ക്രിസ്റ്റ സെഡ് വേരിയൻ്റ് ആണ്. 2.4 ലിറ്റർ എഞ്ചിൻ വരുന്നത്. അപ്പോൾ സെഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് മോഡലാണ്. അത് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ വെഹിക്കിളാണത്. ഇത് 39,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇൻഷുറൻസ് നവംബർ 2025 വരെയാണുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗാർനെറ്റ് റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ് ഈ ക്രിസ്റ്റ. ആക്ച്വലി പ്രീമിയം കാറുകൾ മോസ്റ്റ്ലി ഈ ഒരു കളറിൽ ഒരുപാട് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ആക്ച്വലി കുറച്ച് ഹൈ ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്നത് 39,000 പ്ലസ് ആണ്. 40,000 പോലും ആയിട്ടില്ല. പിന്നെ വിത്ത് കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. ഇപ്പോൾ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം, UP78 EZ8315 എന്നുള്ള. അപ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് ഏത് ടൊയോട്ടയുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ചെന്നാലും നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിങ്ങിൽ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. അതിനുമ്പോൾ ഫുൾ ബോഡി ഒന്ന് കാണാം. അത് ഫ്രണ്ട് സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈവൻ ജസ്റ്റ് ബോണറ്റിൻ്റെ മുകളിൽ പോലും സ്ക്രാച്ച് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഫോഗ് ലാംപ്സും ഹെഡ് ലൈറ്റ്സും എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് BH-ലാണ് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് വരുന്നത്. ഈ BH-നെയാണ് ഫുൾ, അതായത് യാതൊരു റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. പിന്നെ ടയർ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 100%, ഓൾമോസ്റ്റ് 90% ഉണ്ട്. സീറ്റിൻ്റെ ടയറാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് സൈഡും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ചളിയായിട്ടുണ്ട്. ആക്ച്വലി ഈ മഴയൊന്നും കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന വീഡിയോ എടുക്കാം. പക്ഷേ മഴ ആയതുകൊണ്ടാണ് ചെറിയ ചളി പിടിച്ചത്. ഇത് സ്ക്രാച്ച് അല്ല കേട്ടോ. പിന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആണത്. പിന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. അതേപോലെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ബാക്ക് ടയറും 90% പ്ലസ് തന്നെയുണ്ട്. 100% തേച്ച് പറയാത്ത ഇത്തിരി ഓടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ 100% അല്ല, 90% പ്ലസ് തന്നെയുണ്ട്. പിന്നെ വേറെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. അത്രയും പക്കയാണ്. വീൻ വൈസറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറിയ ടച്ചപ്പ് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെ ഈ ഒരു വാഹനമുണ്ട്. നമ്പർ UP78 EZ8315. ഇത് കാൺപൂർ രജിസ്റ്റേർഡ് ആണ് UP-യിലെ. അപ്പോൾ അതുകൊണ്ടാണ് UP78 വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇവിടെയും ഇതേപോലെ തന്നെ ഫുൾ A to Z. ഇവനൊരു മൈനർ സ്ക്രാച്ച് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പം സാധാരണ യൂസ്ഡ് കാറൊക്കെ എടുക്കുന്ന സമയത്ത് സ്ക്രാച്ചസ് സർവ്വസാധാരണമാണ്. പക്ഷേ ഇതിന് മുകളിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് ഷോറൂം കണ്ടീഷനാണ് ഇപ്പോഴും ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വണ്ടി വാഷ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. കാരണം ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ പോളിഷ് ചെയ്ത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ പോളിഷ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ഫിനിഷിങ് ആക്കിയിട്ടൊന്നുമില്ല. കാരണം വണ്ടി ഓൾറെഡി നമുക്ക് പുറമേ നിർത്തി പാർക്ക് ചെയ്ത വണ്ടിയല്ല, ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫെയ്ഡ് ആകുമോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇതൊന്നും നമ്മൾ പോളിഷ് ചെയ്ത് അങ്ങനെ കുട്ടപ്പനാക്കിയില്ല. ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് കിട്ടി ഏകദേശം അതേപോലെ തന്നെയാണുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സീറ്റെല്ലാം ബ്ലാക്ക് ലെതറിൽ അപ്പോസ്റ്റിയാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൊന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ. ഇവ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒന്ന് ഡീറ്റെയിലിംഗ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും നീറ്റാണ്. ഫ്ലോറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 70 മാറ്റ് ഉണ്ട്. ചിലപ്പം ഫ്ലോറിൽ ചെറിയ ചെളിയൊക്കെ കണ്ടേക്കാം. അതൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ അതിനൊന്ന് കയറി ഇരിക്കണമല്ലോ, അതുകൊണ്ടുള്ള ഇതാണ്. പക്ഷേ ബാക്കി A to Z ജെന്യുവനാണ്. ഇനി അടുത്ത് നമുക്കിതിൻ്റെ റൂഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റൂഫും ക്ലീനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു യൂസ്ഡ് കാറൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി റൂഫ് അവർ ക്ലീൻ ചെയ്യും. പക്ഷേ അങ്ങനെ റൂഫ് ക്ലീൻ ചെയ്ത് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എങ്ങനെയാണോ കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ക്ലീനാണ്. കാരണം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഗ്ലാസ് താത്തി ഡ്രൈവ് ചെയ്യുന്നൊരു വാഹനമല്ലത്. അതുകൊണ്ടാണ് ഉള്ളൊക്കെ അത്രയും നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കിലോമീറ്ററും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ 39,000 കിലോമീറ്റേഴ്സാണ് ഓടിയിരിക്കുന്നത്. 39.12
കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം വർക്കിംഗ് കേട്ടോ. ഇതിൻ്റെ അത് എല്ലാ ഫീച്ചേഴ്സും റേഞ്ച് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പം വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഞാനത് ആക്ച്വലി മ്യൂസിക് ഇടുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് മ്യൂസിക് ഇടാത്തത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, വേറെ മോഡ്സ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കൂട്ടാനൊക്കെ പറ്റും. റീറേസി വർക്കിംഗ് ആണ്. റീറേസിയും ഈ ഒരു സൈഡിൽ വർക്കിംഗ് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലോട്ടുണ്ടാവും, വേറെ ലൈറ്റ്സോ എറേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്താൽ ഈ പറഞ്ഞ ക്രൂയിസ് കൺട്രോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പാഡൽ ഷിഫ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീലാണ്. കാരണം ഈ വണ്ടിക്ക് പാഡൽ ഷിഫ്റ്റ് ഇല്ല, മാനുവലാണ്. എന്നാൽ പോലും ഇവിടെ നമ്മളിങ്ങനെ ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രൂയിസ് ഇട്ടിട്ട് ഇതിനെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഗിയർ ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അറിയുന്ന പോലുമില്ല. ഓക്കെ, ഇനി റിവേഴ്സ് ഇടുകയാണെങ്കിലും ഭയങ്കര വണ്ടി ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്. അത്രയും ലൈക്ക് പുതിയൊരു ഷോറൂം നടക്കുന്നൊരു കാർ എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇപ്പോൾ എൻ്റെ അതെ ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ച്, ഇവിടെ എൻ്റെ ഫോൺ കണക്റ്റഡ് ആണ്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. ഇപ്പം കാർ മൾട്ടിമീഡിയ കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് ഈ പ്ലേ ആവുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ നാവിഗേഷൻ്റെ ഇവിടെ ഈ ഒരു കാർഡില്ല. ഓക്കെ, ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ ഓണർ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നാവിഗേഷൻ വർക്കിംഗ് അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സാധനം. ഈവൻ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ടൊയോട്ടയിൽ നിന്ന് നമ്മൾ കാർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സർവീസ് ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റ് ആണ് ഈവൻ. അപ്പോൾ അതാണ് അതും ഈ വണ്ടിക്കകത്ത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ RCയുടെ കോപ്പിയൊക്കെയാണത്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഉള്ളൊക്കെ ക്ലീനാണ്. ഇത്രയും വലിയൊരു സ്പേസ് ഇതിനകത്തുണ്ട്. ഉള്ളൊക്കെ പക്ക ക്ലീനാണ്. അതേപോലെ നമുക്ക് വേറൊരു ഗ്ലൗ ബോക്സും കൂടെ ഉണ്ട്. ഇത് ഞാൻ തൽക്കാലത്തേക്കൊന്ന് അലങ്കോലമാക്കി ഇടുകയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ മാനുവലും അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ ക്ലീനാണ്. ഇതൊക്കെ എല്ലാം വർക്കിംഗ് കേട്ടോ. ഇവിടെ ഈ സാധനം പൊളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് പൊളിക്കണമെങ്കിൽ പിന്നീട് പൊളിക്കാം വാങ്ങുന്നവർക്ക്. ഓക്കെ, ഇത് അടച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി അതിനുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി നമുക്ക് ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇടാം. ഓക്കെ, അതും വർക്കിംഗ് ആണ്. പിന്നെ ഒരു താൽക്കാലികമായ ഒരു എയർ ഫ്രഷ്നർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇത് ഞങ്ങൾ വെച്ചതല്ല കേട്ടോ, ഇതെല്ലാം ഇതിന് ഓണർ വെച്ച സാധനങ്ങളാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി എന്തായാലും ഓഫ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ സ്പീഡോമീറ്ററിലേക്ക് ഒന്നുകൂടെ നോക്കാം. ഫ്യൂൽ കുറച്ച് കുറവാട്ടോ, കാരണം ഇപ്പോൾ ഇനി ഓൺ ദ വേ ഫ്യൂൽ ചെയ്യാണ്ട്. സീറ്റ് ഹൈറ്റ് ഇവിടെ നോക്കിയേ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണെന്ന് അറിയുന്നില്ലേ? അപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. ഈവൻ മിറേഴ്സും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഗ്ലാസ് ആക്ച്വലി ഈ ഇന്നോവ ക്രിസ്റ്റയ്ക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടച്ച് ആണ്. 4 ഗ്ലാസുകളും നമ്മൾ 1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗ്ലാസസ് എല്ലാം ലിഫ്റ്റ് ആയിക്കോളും. അതേപോലെ താഴോട്ടാക്കാനും 1 ടച്ച് തന്നെയാണ്. ക്രിസ്റ്റേൻ്റെ അത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എക്കോ മോഡിനകത്ത് ഡ്രൈവ് ചെയ്ത് തന്നെ ഹൈലി പവർഫുള്ളാണ്. ഭയങ്കര ഒരു പവർ ക്യാരി ചെയ്യുന്നൊരു വണ്ടിയാണ്. ഈ പവർ മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും വണ്ടി റോഡിലായിരിക്കില്ല, എയറിലായിരിക്കും. ഐ ഡോണ്ട് റെക്കമെൻഡ് ഈ പവർ മോഡ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ, കാരണം അതിൻ്റെ ആവശ്യം അത് വരുന്നില്ല. പിന്നെ നമുക്ക് മറ്റ് TRG എല്ലാം ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്രണ്ട് ഏകദേശം കണ്ടു. വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഫുള്ള് വ്യൂ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. ഡാഷ്ബോർഡ് ഇത് ആക്ച്വലി ആവശ്യമില്ല, എന്നാലും നല്ലൊരു എയർ ഫ്രഷ്നറാണ്. എയറിൻ്റെ അല്ലേ, എയറോ, ഓക്കെ, ഗോദ്രേജിൻ്റെയാണത്. അപ്പം ഈ ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം നമ്മൾ ഇത് നോർമലായിട്ടൊന്ന് തുണി വെച്ച് ഉടച്ചല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ റിയർ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ഒന്ന് കയറാം. ബാക്ക് സീറ്റിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ബാക്ക് സീറ്റിൽ ഇരിക്കാനാണ്. നല്ല ലെഗ് സ്പേസ്, നമുക്കിങ്ങനെ രാജാവിനെ പോലെ ഇരിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കിതാ ട്രേയും അതേപോലെ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇതെല്ലാം വർക്കിംഗ് ആണോ, ഇതൊന്നും കംപ്ലൈൻ്റ് ഉള്ള ഒരു സാധനവും ഇല്ല. ഇതും വർക്കിംഗ് ആണ്. ഞാനത് ഫോൾഡ് ചെയ്ത് വെച്ചു. ഈവൻ ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് യൂഷ്വലി ഈ ബാക്ക് റോയിൽ ഇരിക്കുന്നവർ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക ഈ ഒരു സൈഡിൽ ഇരിക്കാനാണ്. ഡ്രൈവറായിട്ട് ഇരിക്കുമ്പം അതിൻ്റെ ഇവിടെ ഇരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ സീറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഡ്രൈവർ സീറ്റ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതൊന്നും ഇങ്ങനെ കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഗ് സ്പേസ് കണ്ടില്ലേ, ഞാൻ വേണമെങ്കിൽ അവിടെ നിന്ന് ഇരുന്ന് കാണിച്ചു തരാം നമുക്ക് എത്ര സ്പേസ് കിട്ടും എന്നുള്ളത്.
അല്ല ഇത്രയും വിശാലമായിട്ട് നമുക്ക് ഇരിക്കാം. ഭയങ്കര സ്പേഷ്യസ് ആണ് ബാക്ക്. പിന്നെ അതാ ഇവിടെ നമുക്ക് USB കണക്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ഇനി ഒരു മിനിറ്റ്, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇന്നോവ ക്രിസ്റ്റയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ യൂഷ്വലായിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ്. അതായത് ഈ സംഭവമില്ലേ, ഇത് രണ്ടും കംപ്ലൈൻ്റ് ആയിരിക്കും മോസ്റ്റ്ലി എന്തെങ്കിലും കാരണം കൊണ്ട്. പക്ഷേ ഇതൊന്നും കംപ്ലൈൻ്റ് ഇല്ല. ഇതാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈ വെച്ച് ഇരിക്കാം. ഇതിന് കംപ്ലയിൻസ് ഒന്നുമില്ല. ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, അതെല്ലാം പക്കയാണ്. ഈവൻ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങളെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആണ് ബാക്ക് സൈഡ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് റിയർ AC ഇതെല്ലാം വർക്കിംഗ് ആണ്. AC വേണമെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റയിലാകെ ഈ ഒരു ആംബിയൻ ലൈറ്റ് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ബ്ലൂ പോർഷൻ മാത്രമാണ് ആംബിയൻ ലൈറ്റ് വരുന്നത്. അപ്പോൾ അത് രണ്ടും വർക്കിംഗ് ആണ്. അങ്ങനെ ബ്ലേക്ക് പറയാതെ ഇഷ്യൂ എന്ന് പറയാൻ ഈ കാറിന് മുകളിൽ ഒന്നുമില്ല. ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ റിയറും കൂടെ കാണാം. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ മടിയാത്തതുകൊണ്ടാണോ. അപ്പോൾ ഞാൻ ഇതും കൂടെ തുറന്നിട്ട്, ഓക്കെ, നല്ല വെയിറ്റുള്ള ഡിക്കിയാണ്. അപ്പോൾ ഡിക്കി സ്പേസ് ഇത്രയും വരുന്നുണ്ട്. ഈവൻ ഇവിടെ ഹെഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെക്കാവുന്നൊരു ഹെഡ് റെസ്റ്റ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വെക്കാമെന്നുള്ളൂ. പക്ഷേ ഇതിപ്പം യൂഷ്വലി ആരും ഇത് യൂസ് ചെയ്യാറില്ല. അയ്യോ, ഇത് ആക്ച്വലി വെക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇത് വെക്കുന്നൊരു ഏരിയ പിന്നെ ബാക്ക് സൈഡിൽ ടൂൾ ബോക്സ് കൊണ്ട് കാണിച്ചേക്കാം. ഇതിൻ്റെ ബാക്കിൽ നമുക്കിവിടെ ടൂൾ ബോക്സ് ഉണ്ട്. ഓക്കെ, ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. റിഫ്ലക്ടറും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതും കൂടെ. പിന്നെ സീറ്റ് ബെൽറ്റ്സ് എല്ലാം വർക്കിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ഇനി സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാം. നേരെ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊളുത്തിയും ഇടാം. അതേപോലെ ഇതും എത്ര സാധനം. ഇതെല്ലാം ക്ലീനാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാത്തൊരു ഏരിയയാണ് ഈ വണ്ടിയുടെ. ജസ്റ്റ് പൊടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവൻ്റെ ഈ ലൈറ്റ്സ് എല്ലാം ഓപ്പണാണ്. ഇതാരോ തുറന്ന് ഓണാക്കിയിട്ട് അതൊന്ന് ഞാൻ ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് ഇത്രയും വിശാലമായ സാധനമാണ്. നമുക്കിതാ ഇവിടെ ഇരിക്കാനും കൂടെ സൗകര്യമുള്ള സാധനമാണ്. അടിപൊളി. അപ്പോൾ ഞാൻ തീർന്നാൽ അടച്ചേക്കാം. ഇനി ഈ പറഞ്ഞതാണ് ഈ വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ. ഈ വണ്ടിയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാന്നുള്ളത് വന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം. ശരിക്കും പറഞ്ഞാൽ 39,000 കിലോമീറ്റേഴ്സ് ഒരു ഇന്നോവയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു റണ്ണിങ് അല്ല, ഷോറൂം കണ്ടീഷനിൽ എന്ന് പറയാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പുതിയ വണ്ടിക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ആ സാധനം ഇതുവരെ ഇതിൻ്റെ മുകളിൽ നിന്ന് പോയിട്ടില്ല. ഈ 39,000 കിലോമീറ്റേഴ്സ് ഓടി എന്ന് പറഞ്ഞപ്പോൾ ക്ലച്ച് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്, സോഫ്റ്റാണ്. അപ്പം ക്ലച്ചിലായിട്ടോ ഈവൻ ഈ അടുത്തൊന്നും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി സുഖമായിട്ട്, കാരണം ഇത് ഓൾറെഡി വളരെ കുറവ് കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. ഈ ഒരു വാഹനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസും കാര്യങ്ങളെല്ലാം അറിയാൻ